അയോൾ ക്ഷമിക്കാൻ തയ്യാറാണോ എങ്കിൽ സമ്പത്ത് നേടാം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരാം. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലുമൊക്കെ തീർത്താൽ തീരാത്ത ദേഷ്യമുണ്ടോ? വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദേഷ്യത്തിൻ്റെ അളവ് കൂടുന്നതല്ലാതെ കുറയുന്നില്ലേ? അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ രക്തം തിളയ്ക്കുന്ന അവസ്ഥയുണ്ടാകാറുണ്ടോ? അവരെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സുകൊണ്ട് ശപിക്കാറുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ബോധപൂർവം ചില മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ഇത് നിങ്ങളുടെ മാത്രം കുഴപ്പമല്ല. ഈ ലോകത്തെ ബഹുഭൂരിപക്ഷം പേരും ആരോടെങ്കിലുമൊക്കെ പക സൂക്ഷിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ ഇപ്പോഴത്തെ ജീവിതത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങൾക്ക് കാരണം ഇതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? സമ്പത്ത് നേടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ സമ്പത്തും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്നില്ലെങ്കിൽ അതിനൊരു പ്രധാന കാരണം നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് പുറത്തു കൊടുക്കാൻ തയ്യാറാകാത്തതാണ്. മാത്രമോ ഉള്ളിലുള്ള ഈ പക പല രോഗങ്ങളെയും നിങ്ങൾക്ക് വിളിച്ചു വരുത്തുന്നു. ചിലർ നിത്യരോഗികളായിരിക്കുന്നതിന് കാരണവും ഇത് തന്നെ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള ഉന്നമനത്തിനു വേണ്ടി നാം മറ്റുള്ളവരോട് പുറത്തു കൊടുക്കാൻ തയ്യാറാകണം. അതായത് ഫോർഗീവ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇന്ന് നാം ഇവിടെ പറയാൻ പോകുന്നതും സമ്പത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കറുത്ത പാടുകൾ നീക്കം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകണമെങ്കിൽ, നാം ആഗ്രഹിക്കുന്ന സമ്പത്ത് നമ്മിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ പവിത്രമായിരിക്കണം. പണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ തെറ്റ് സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അത് എന്നേക്കുമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്തിരിക്കണം. എന്തുകൊണ്ട് പുറത്തു കൊടുക്കണം? ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ പല അത്യാവശ്യങ്ങൾക്കുമായി മറ്റുള്ളവരിൽ നിന്നും പണം കടം വാങ്ങേണ്ട ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ കടം വാങ്ങിയ പണം പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാതിരുന്നിട്ടുള്ള സന്ദർഭവും ഉണ്ടായേക്കാം. ചിലപ്പോൾ കടം വാങ്ങിയിട്ട് ഇതിപ്പോൾ തിരിച്ചു കൊടുത്തില്ലെങ്കിലും സാരമില്ല, ഞാനും അവർക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളതല്ലേ, അല്ലെങ്കിൽ അവർക്കിപ്പോൾ പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് മനഃപൂർവ്വം തിരിച്ചു കൊടുക്കാത്തതുമാകാം. കാരണങ്ങൾ എന്ത് തന്നെയായാലും നാം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് വിശ്വാസവഞ്ചനയാണ്. അതുപോലെ നേരായ മാർഗത്തിലൂടെ അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് നാം പണം നേടിയിട്ടുണ്ടായേക്കാം. ബിസിനസ് ചെയ്യുമ്പോൾ ഉപഭോക്താക്കളിൽ നിന്ന് അമിത ലാഭം വാങ്ങിയിട്ടുണ്ടാകാം. ഇതൊക്കെ നമുക്ക് അർഹതപ്പെട്ട പണമല്ല. മുൻകാലങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഇത്തരം തെറ്റുകൾ ആലോചിച്ച് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ടോ? കുറ്റബോധം തോന്നുന്ന അവസ്ഥയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ വെൽത്ത് മൈൻഡ് സെറ്റ് പവിത്രമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി നിർബന്ധമായും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് മണി ഫോർഗിവ്നെസ് മെത്തേഡ്. കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കുറ്റബോധവും ദേഷ്യവുമൊക്കെ നീറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനോഭാവത്തോടെ നമുക്ക് ജീവിതത്തിൽ ഉയരാനും ആഗ്രഹിക്കുന്ന സമ്പത്ത് നേടാനും കഴിയില്ല. അതുകൊണ്ട് ഈ ടെക്നിക്കിലൂടെ നമുക്ക് നമ്മുടെ സമ്പത്ത് പവിത്രമാക്കുകയാണ് വേണ്ടത്. ഫോർഗീവ് ചെയ്യുന്തോറും നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോടുള്ള അനുകമ്പയും കരുണയും നമുക്ക് സ്വയം നമ്മളറിയാതെ തന്നെ വർദ്ധിച്ചു വരും. എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മണി ഫോർഗിവ്നെസ് മെത്തേഡിൻ്റെ ആദ്യത്തെ പടി നമ്മളോട് തന്നെ പൂർണ്ണമായും ക്ഷമിക്കുക അല്ലെങ്കിൽ പുറത്തു കൊടുക്കുക എന്നതാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ പൊറുക്കുക, ക്ഷമിക്കുക. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളോട് തന്നെ പൂർണ്ണമായും ക്ഷമിക്കുക. അതുപോലെ തന്നെ നമ്മളിൽ നിന്നും മറ്റുള്ളവർ കടം വാങ്ങിയിട്ട് പറഞ്ഞ സമയത്തോ നമുക്ക് ആവശ്യം വന്നപ്പോഴോ തിരിച്ചു തരാത്ത അവസ്ഥ വന്നിട്ടുണ്ടാകാം. നാം അവരുടെ അത്യാവശ്യ ഘട്ടത്തിൽ അവരെ ആത്മാർത്ഥമായി സഹായിച്ചതാകാം. പക്ഷേ നമുക്ക് ഒരു ആവശ്യം വന്ന് പണം തിരിച്ചു ചോദിക്കുമ്പോൾ ആ ബന്ധം തന്നെ ചിലപ്പോൾ തകർന്നു പോയ അവസ്ഥയുണ്ടായേക്കാം. ഈ അവസരത്തിലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഫോർഗിവ്നെസ് മണി മെത്തേഡ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായി നിങ്ങൾക്ക് പറയാം. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.